ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴങ്കഞ്ഞി കുടിക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ? കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സ് തോന്നുന്ന ഒരു കൊതിയായിരുന്നു പഴങ്കഞ്ഞി കുടിക്കണമെന്ന്. ഒത്തിരി പഴങ്കഞ്ഞിയുടെ വീഡിയോസ് കാണുമ്പോഴൊക്കെ വിചാരിക്കും ഏതെങ്കിലും കടകളിൽ പോയി പഴങ്കഞ്ഞി കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഞാൻ രാവിലെയൊക്കെ വിചാരിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ഭയങ്കര വെയിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ പോകാനുള്ളൊരു മടി കാരണം വീട്ടിൽ തന്നെ നമ്മുടെ പഴങ്കഞ്ഞിയുടെ ഒരു റെസിപ്പി ഉണ്ടാക്കി. നമ്മുടെ പഴങ്കഞ്ഞി ഞാനൊരു മൺചട്ടിയാണ് നോക്കിയത്. എല്ലാവരും കാണിക്കുന്നത് പുതു മൺചട്ടിയിലല്ലേ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ പുതിയ മൺചട്ടിയൊന്നും കാണാത്തത് കൊണ്ട് ഞാനൊരു ബൗളെടുത്തു. അതിലേക്ക് കുറച്ച് പഴങ്കഞ്ഞിയും പിന്നെ ഇന്നലെ തലേ ദിവസം അമ്മ ഉണ്ടാക്കിയ ചക്കപ്പുഴുക്കുണ്ടായിരുന്നു. ആ ചക്കപ്പുഴുക്കിൻ്റെ കുറച്ച് ഇരുന്ന് അതും കൂടി എടുത്തിട്ടു. പിന്നെ തൈര്, ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറുണ്ടായിരുന്നു, സാമ്പാറും ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. നാരങ്ങ അച്ചാറും കൂടി ഇട്ടാൽ നാരങ്ങ അച്ചാർ അതിലേക്ക് വീഴുമ്പോൾ തന്നെ എൻ്റെ ഒരു കുടിച്ചാൽ മതി എന്ന് നമുക്ക് തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉടംകൊല്ലി മുളകും കൂടി ഉണ്ടാക്കി അത് കിട്ടി, അതും കൂടി എടുത്ത് അതിനകത്ത് ഇട്ടു. പിന്നെ നമ്മുടെ അയല മീൻകറി തലേ ദിവസം വച്ചിട്ടുള്ളതുണ്ടായിരുന്നു. ഇത് പറയുമ്പം തന്നെ എൻ്റെ നാവിൽ കൂടെ വെള്ളം ഓടുകയാണേ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് അയലയുടെ ഫ്രൈ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഉടംകൊല്ലി മുളകെന്ന് പറയുന്നത് ഭയങ്കര, അത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം നമ്മുടെ അങ്ങ് മണ്ടയിലങ്ങ് അടിച്ച് കയറും. ആ മണത്തിൽ കൂടെ തന്നെ അത് അത്രയ്ക്കും എരിവുമാണ്. എന്നാലും പോട്ടെ എന്ന് വിചാരിച്ച് പഴങ്കഞ്ഞിയുടെ കൊതിയല്ലേ എന്ന് വിചാരിച്ച് ആ ഉടംകൊല്ലി മുളകിനെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് നമ്മുടെ പഴങ്കഞ്ഞിയോട് ചേർത്തിട്ട് നമ്മുടെ പഴങ്കഞ്ഞി നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ പിന്നെ ചക്കപ്പുഴുക്കും അച്ചാറും സാമ്പാറും തൈരും പിന്നെ നമ്മുടെ ഉടംകൊല്ലി മുളകുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ നാവിൽ കൂടെ ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുകയായിരുന്നേ. എന്നിട്ടും ഞാനിങ്ങനെ അത് കുടിക്കണമെന്നുള്ള, എനിക്കിങ്ങനെ കുടിച്ചാൽ മതി. കാര്യം ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നില്ലേ. എന്നിട്ട് ഞാനിങ്ങനെ അതിന് ഞാൻ എടുത്തു കഴിഞ്ഞ് നമ്മുടെ നോക്കിയപ്പോൾ പിന്നെ തലേ ദിവസത്തെ അയല മീനിൻ്റെ തലയാണ് ഞാൻ എടുത്തത്. ആ മീൻ തലയുടെ കുറച്ച് കറി ഉണ്ടായിരുന്നു. ആ കറിയും കൂടെ ഞാനിങ്ങനെ പഴങ്കഞ്ഞിയിൽ മിക്സ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് വിരകി എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് കുടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒത്തിരി നമ്മുടെ പഴങ്കഞ്ഞിയുടെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലതാണ് കേട്ടോ.